പരിസ്ഥിതി ശാസ്ത്ര സമിതി എന്ന പേരിൽ, എൻവയോൺമെന്റൽ സയൻസ് സൊസൈറ്റി എന്ന പേരിൽ ഒരു ഓർഗനൈസേഷന് രൂപം കൊടുത്ത് അതിവിടെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി വന്ന പരിസ്ഥിതി ദിനമാണിത്. കുര്യൻ കുറച്ച് കാലങ്ങളായിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അത് ഏറ്റവും ആകർഷകമായ രീതിയിൽ മറ്റുള്ള ആളുകളെ കൂടി അതിനകത്തേക്ക് പങ്കെടുപ്പിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകാൻ ഒരു ചെറിയ കാരണമുണ്ട്. കോട്ടയം കുമളി റോഡിലെ മുണ്ടക്കയം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. അവിടെ നിന്ന് പിന്നെ മലമ്പാത ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. പർവ്വതമുകളിലേക്ക് വാഹനം പോകുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, മലമ്പാത ആരംഭിക്കുന്നു, സൂക്ഷിച്ചു പോകണമെന്ന്. ഇത് പഴയകാലം. ഞാനിത് പറഞ്ഞത് മുണ്ടക്കയത്തിൻ്റെ പെരുമയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. മുണ്ടക്കയത്തു നിന്നാണ് മണിമല നദി വാസ്തവത്തിൽ ഉദ്ഭവിക്കുന്നത്. തോടുകൾ കൂടിച്ചേർന്ന് ഈ നദി ഉത്ഭവിച്ച് 96 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അത് കായലിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ആകർഷകമായ രീതിയിൽ, വളരെ ശാന്തസുന്ദരമായ രീതിയിൽ നന്നായി ഒഴുകിയിരുന്ന ഒരു കാലം പിറകിലുണ്ടായിരുന്നു. അത് പോയിട്ട് ഇന്നത് അങ്ങേയറ്റം മലിനമാണ്. മനുഷ്യവിസർജ്യം അതിലേക്ക് തന്നെ, ആ നദിയിലേക്ക് ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങൾ അറിയേണ്ടതാണ് എന്നുള്ള വിചാരത്തിൽ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളെ ആ കാര്യം ധരിപ്പിക്കുകയും അവരുടെ പ്രതികരണം തേടുകയും ചെയ്തുകൊണ്ട് 3 എപ്പിസോഡുകളിലായി റിയൽ ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അത് പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു പരിഹാരം ആകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടയത്തെ നമ്മുടെ ജില്ലാ കളക്ടർ വിഘ്നേശ്വരി അമ്മയെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. ഇലക്ഷൻ കമ്മീഷൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവർക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ കഴിയില്ല. ഈ ഇലക്ഷൻ്റെ സമയം കഴിഞ്ഞിട്ട് ഇതേക്കുറിച്ച് ഗൗരവമായി പഠിക്കാം, പരിഹാരം കാണാം എന്നാണ് കളക്ടറെന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ കൂടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് സുനിൽ എം കാരാണി എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു. ആണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ ഇത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുണ്ടക്കയം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആ പ്രദേശത്തെ MLA കാണാൻ തീരുമാനിച്ചു. അതായത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നയാൾ. അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ ആശാവാഹമായ പ്രതികരണമാണ് അദ്ദേഹം നൽകിയത്. ഈ പ്രതികരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുണ്ടക്കയം ടൗൺ എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രമായ ഒരു പട്ടണമാണ്. ഹോട്ടലുകൾ, ലോഡ്ജുകൾ, മറ്റ് കടകൾ, ധാരാളം സഞ്ചാരികൾ വന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്ത് പോവുകയും വരികയും ചെയ്യുന്ന ഒരു പ്രധാന താവളം. അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട്. ഈ കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് അവിടെ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉദ്ഭവിക്കുന്ന മനുഷ്യ വിസർജ്യം കുഴൽ വഴി നേരിട്ട് മണിമലയാറ്റിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടതിലാണ് സത്യമായും മനസ്സിന് വിഷമം തോന്നിയതും ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടതും. ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഞങ്ങൾ എടുക്കുകയും അത് സംപ്രേഷണത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുകയും ചെയ്ത സന്ദർഭത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ
അത് ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറെ ചെയ്യാൻ കഴിയാതെ വന്നു എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നീട് ഇതെങ്ങനെ ജനശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് പരിസ്ഥിതി ശാസ്ത്ര സമിതി എന്ന പേരിൽ ഒരു സൊസൈറ്റി ഞങ്ങൾ കേരളത്തിലാകമാനം പ്രവർത്തിക്കാനുള്ള അനുമതിയോടെ രജിസ്റ്റർ ചെയ്ത് സർക്കാരിൽ നിന്ന് വാങ്ങിയത്. ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുന്നതിന് വേണ്ടി ഞങ്ങൾ സമീപിച്ചത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ്, അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമായിരിക്കുന്ന MN കാരശ്ശേരി മാഷ് എന്നിവരെയൊക്കെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ രക്ഷാധികാരികളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൃദയപൂർവ്വം അവരോട് ഞാൻ നന്ദി പറയുകയും ആ കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇതൊരു വലിയ ദുരന്തമാണ്. അനേക നദികൾ, 44 നദികളുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത ഒരു സാഹചര്യം. ഉള്ളതത്രയും മലിനമാണ്, മലിനജലമാണ്. എന്നാൽ വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സർക്കാർ കൊണ്ടുവന്ന് തന്നാലേ ഞങ്ങൾ കുടിക്കൂ എന്നുള്ള ലെവലിൽ മനുഷ്യൻ്റെ മനോഭാവം മാറിയിരിക്കുന്നു. ഇതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതൊട്ട് തികഞ്ഞു പറ്റുന്നുമില്ല. ഈ സാഹചര്യത്തിൽ നമ്മുടെ നദികളെ ശുദ്ധമായി സൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങാൻ കേരളത്തിലെ നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടണം. അത് ആവശ്യമാണ് എന്നത് തർക്കമറ്റ സംഗതിയാണ്. അല്ലെങ്കിൽ മനുഷ്യകുലം വേരറ്റുപോകും എന്നതാണ് സത്യം. കാരണം വെള്ളം ജീവൻ നിലനിർത്തുന്നു, ശുദ്ധജലം ജീവൻ നിലനിർത്തുന്നു, മലിനജലം ജീവൻ എടുക്കുന്നു. ഇന്ന് അനേകർ രോഗികളാണ്. മണിമലയാറിൻ്റെ തീരത്ത്, ചാലിയാറിൻ്റെ തീരത്ത്, മയ്യഴിപ്പുഴയുടെ തീരത്ത് എല്ലാം ഇതുതന്നെയാണ് അവസ്ഥ. ഈയിടെ രാസമാലിന്യം നദിയിൽ കലർന്നിട്ട് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് നമ്മൾ കണ്ടു. നാളെ നമ്മുടെ ഗതിയും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പരിസ്ഥിതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ ശുദ്ധമായി സൂക്ഷിക്കാൻ, അതിനെ ബഹുമാനത്തോടെ സമീപിക്കാൻ, നദിയായാലും മലയായാലും കുന്നായാലും എന്തു തന്നെ ആയിരുന്നാലും ബഹുമാനപൂർവം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യൻ മാറേണ്ടതുണ്ട്. ഈ കേരളത്തിലാകെ തന്നെ പ്രചരിപ്പിക്കുക എന്ന ഏക ലക്ഷ്യമാണ് ഇന്ന് ഞങ്ങൾ ചുമലിലേറ്റിയിട്ടുള്ളത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ആ ലോക പരിസ്ഥിതി ദിനത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് പാമ്പാടിയിൽ ഞങ്ങൾ വലിയ ഒരു പ്രോഗ്രാം തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈകളെ വാങ്ങുകയും പരിസ്ഥിതി നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുകയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും ചിത്രരചനാ മത്സരങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പ്രകൃതി എന്താണെന്ന ഒരു ബോധ്യത്തിലേക്ക് അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇന്ന് ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഭാഗമായിട്ട് ആണ് ഇനി നടക്കാനിരിക്കുന്ന സെമിനാറുകളും മറ്റും. രാവിലെ അസംബ്ലി വിളിച്ചു കൂട്ടി കുട്ടികൾക്കെല്ലാം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അതിലെല്ലാം കുട്ടികൾ അവിടെ പ്രിൻസിപ്പാളും ഹെഡ് മിസ്സസും അധ്യാപകരും ഒക്കെ തന്നെ കുട്ടികളുടെ ആ ബോധവൽക്കരണ ശ്രമത്തിന്, അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് സർവാത്മന പിന്തുണ നൽകി എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. മനുഷ്യകുലം വേറിട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി തന്നെ ഈ പരിസ്ഥിതി മാലിന്യത്തിനെ ചെറുക്കുക തന്നെ വേണം. നദികൾ ശുദ്ധമായി ഒഴുകണം. അപ്പോൾ ഐശ്വര്യം താനേ വരും. നിരത്തുകൾ പരിശുദ്ധമായി സൂക്ഷിക്കണം. അപ്പോഴും ഐശ്വര്യം താനേ വരും. ഇന്ന് കാണുന്നതെല്ലാം വാരി റോഡിലിടുന്ന ഒരു സ്ഥിതി, കാണുന്നതെല്ലാം വാരി നദിയിലിടുന്ന ഒരു സ്ഥിതി. ഇവിടെ ഒരു കാര്യം ഓർക്കാനുണ്ട്, ഓർമ്മിപ്പിക്കാനുമുണ്ട്. അത് വീട്ടമ്മമാരോടാണ്.
നമ്മളൊരു നിരത്ത് വക്കിൽ ചെറിയ സഞ്ചികൾ കിടക്കുന്നത് കാണാം, പ്ലാസ്റ്റിക് ബാഗുകൾ. അത് പരിശോധിച്ചാൽ അതിനകത്ത് സ്ത്രീകൾ ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പല സാധനങ്ങളും കാണാം. ഒരിക്കലും ഒരു സ്ത്രീ അല്ല അത് റോഡിൽ കൊണ്ടിടുന്നത്, അതൊരു പുരുഷനാണ് ആ റോഡിൽ നിക്ഷേപിക്കുന്നത്. പക്ഷേ അത് തൻ്റെ പുരുഷൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ടാവും, നിങ്ങൾ പോകുന്ന വഴിക്ക് ഇതും കൂടി ഒന്ന് കളഞ്ഞേരെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാവുമല്ലോ ആ പൊതിക്കെട്ടുകൾ റോഡിലൂടെ നിരന്ന് കിടക്കുക. ഇത് അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇതിന് പരിഹാരമുണ്ടാക്കണം. അതിന് വീട്ടമ്മമാരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ദുഷിപ്പുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്കല്ല, തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലേക്കല്ല കൊടുത്തയക്കേണ്ടത് എന്നുള്ള ഒരു ബോധം കൂടി ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ട് പറയാനുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. 44 നദികളെക്കുറിച്ചും ഞങ്ങൾ സമഗ്രമായ ഒരു പഠനം നടത്തുന്നുണ്ട്. ഒന്നല്ല, 44 നദികളെക്കുറിച്ചും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ഇരങ്ങൽ കൃഷ്ണൻ എന്ന് പറയുന്ന പ്രിൻ്ററും പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെയായ മഹത് വ്യക്തിയാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ സഞ്ചരിച്ചിട്ട് മയ്യഴി, കുറ്റ്യാടി അങ്ങനെയുള്ള കബനി തുടങ്ങിയുള്ള നദികളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഭാഷയാണ് ചാലിയാർ പുഴയെക്കുറിച്ച് എഴുതുന്നത്. മാതൃഭൂമിയുടെ വിഖ്യാതനായ എഴുത്തുകാരൻ രഘു ആണ് കുറ്റ്യാടിപ്പുഴയെക്കുറിച്ച് എഴുതുന്നത്. മണിമല നദിയെക്കുറിച്ച് എഴുതുകയും പെരിയാറിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം എഴുത്തുകാർ നമ്മളോടൊപ്പമുണ്ട്. നിങ്ങൾക്കും എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പരിസരത്തെ കാണുന്ന മാലിന്യത്തെക്കുറിച്ച്, നിങ്ങളുടെ നദി വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾക്ക് എഴുതൂ. ഞങ്ങൾ താമസിയാതെ പ്രസിദ്ധീകരിക്കുന്ന ആ പ്രസിദ്ധീകരണത്തിനുള്ളിൽ അതിനെ കൂടി ചേർക്കാം. നമുക്ക് കൂട്ടമായി ചേർന്നുകൊണ്ട് ഈ പരിസ്ഥിതിയെ ഒന്ന് മാറ്റാൻ, ഈ മലിനമായ സാഹചര്യം ഒന്ന് മാറ്റാൻ യത്നിക്കാം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിപ്പോൾ പറയുന്നത് നദികൾ ശുദ്ധമായി ഒഴുകട്ടെ, പമ്പ മുതൽ ഭാരതപ്പുഴ വരെ. അതൊരു ടൈറ്റിലാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസ് സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഈ പ്രോഗ്രാം. എന്താ സാറ് പ്രോഗ്രാം? അത് ജൂലൈ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നഗരം പുഴകളായി മാറി. നമ്മൾ ആറ്റിൽ വലിച്ചെറിഞ്ഞിരുന്ന മാലിന്യങ്ങളെല്ലാം നദി എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തുന്നു. ഇന്ന് നമ്മൾ വെള്ളത്തിന് ഉള്ളിലാണ് കിടക്കുന്നത്. മഴ പെയ്താൽ ഭയമാണ്, എങ്ങോട്ട് പോകും, വെള്ളം കയറുമോ എന്നുള്ള പേടിയിലാണ് ഇന്ന് ജനം. എന്താണ് കാരണം? നദികളിൽ നീരൊഴുക്കിന് സൗകര്യമില്ല എന്നതാണ് കാരണം. മിക്ക നദികളും എക്കലും മണലും നിറഞ്ഞ് KK റോഡ് പോലെ അല്ലെങ്കിൽ MC റോഡ് പോലെ നിരന്ന് കിടക്കുകയാണ്. വെള്ളം കയറിയാൽ അതിനൊഴുകിപ്പോകാൻ അല്ലെങ്കിൽ കയങ്ങളൊക്കെ നികന്നുപോയി. സൗകര്യമില്ല, വെള്ളം കയറിയാൽ ഒഴുകിപ്പോകാൻ സൗകര്യമില്ല. ഇതിന് ചെയ്യേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ മണലാണ്, ധാതുക്കളാണ് ഈ നദിയിലുള്ളത്. ഖജനാവിൽ പണമില്ലാതെ നമ്മൾ വായ്പ എടുത്താണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ധാതുക്കൾ ലേലം ചെയ്ത് കൊടുത്താൽ കോടികൾ വരും, പ്രളയ നഷ്ടം ഒഴിവാകും, ജലത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ പറ്റും. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിപത്താണ്. വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യുക എന്നത് ഭരണാധികാരികൾ നിഷ്കർഷയോടെ നടപ്പിലാക്കേണ്ട കാര്യമാണ്. പണ്ട് കാലത്ത് മഴ വരുമ്പോൾ കാർന്നോന്മാർ ഓലയും പുല്ലുമൊക്കെ ഉപയോഗിച്ച് വീടിൻ്റെ മേൽക്കൂരയൊക്കെ കൃത്യമായി മേഞ്ഞിടുമായിരുന്നു. കാരണം അവർക്കറിയാം മഴ വരുമെന്ന്. അങ്ങനെ വീടിൻ്റെ മേൽക്കൂരയും റോഡും താഴ്വരകളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ഇന്ന് ചുമതലപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളാണ്. പക്ഷെ അവർ ആ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുന്നത് എന്തിനു വേണ്ടി എന്നുള്ള കാര്യം ഒരു വലിയ എപ്പിസോഡിന് തന്നെ കാരണമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പരിസ്ഥിതിയുടെ വലിയൊരു ചൂഷണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
സ്കറിയ കുര്യൻ. എൻ്റെ ഫോൺ നമ്പർ 99 46 190 834. എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു. പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, മൺമറഞ്ഞു പോയ മണ്ണിരകൾ, കാലം ചെയ്ത മത്സ്യങ്ങൾ, കുരുതി കൊടുക്കപ്പെട്ട മൃഗങ്ങൾ, വേനൽ ചൂടിൽ ഉരുകിയൊലിച്ച് ജീവൻ വെടിഞ്ഞ മനുഷ്യർ, ഇവരൊക്കെയും ഇവിടെ ഈ മണ്ണിൽ ജീവിക്കേണ്ടവരാണ്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അതിനെ ആർത്തി പൂണ്ട മനുഷ്യൻ അവൻ്റെ ആർത്തിക്കും അവൻ്റെ ത്വരയ്ക്കും പരിഹാരം തേടിക്കൊണ്ട് കൈയിട്ട് വാരുകയും കുത്തിപ്പറിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെയും സസ്യജാലങ്ങളുടെയും സൂക്ഷ്മജീവികളുടെയും ആവാസ വ്യവസ്ഥയാണ്. അതിനെ നിലനിർത്താൻ ബുദ്ധിമാനായ മനുഷ്യന് കഴിയണം. അതുകൊണ്ടാണ് അവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു മനുഷ്യനായിരിക്കുന്നു എങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ളവരായി തീരണം. ജോൺ പെരുവന്താനം, പശ്ചിമഘട്ട സംരക്ഷണ സമിതി ചെയർമാനാണ്. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി. നാം പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ. അതാണ് ഈ വർഷത്തെ പരിസ്ഥിതി മുദ്രാവാക്യം. ലോകം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഭീഷണിയെ നേരിടുകയാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികുലത്തിൻ്റെ വംശനാശമാണ് കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ ഭരണകൂടങ്ങളും മാനവരാശിയും ഒത്തൊരുമിച്ച് ജീവിതശൈലിയിലും വികസന നയത്തിലും കാലികമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നത് വഴി മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. ലോകം തയ്യാറാവുന്നില്ല എങ്കിൽ ഇനി ഏറെക്കാലം ഈ ലോകത്തിന്, ജീവികുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മെ ആശങ്കപ്പെടുത്തേണ്ട കാര്യം. പരിസ്ഥിതി ശാസ്ത്ര സമിതിയുടെ അംഗങ്ങളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗങ്ങളുമാണ്. ഇവരെ നിലവിൽ ഈ വേദിയിലേക്ക് നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യും. ആദ്യമായി ഈ കോട്ടയം ഇത്രയധികം മികച്ച സ്കൂളുകളോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പോലെ ഒരു ഗവൺമെന്റ് സ്കൂളിനെ സെലക്ട് ചെയ്യാനും നമ്മളെ ഇതിന്റെ ഭാഗമാക്കി മാറ്റാനും ഒക്കെ ഇവർ കാണിച്ച ഈ സന്മനസ്സിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിന്റെ ചിന്താ നമ്മുടെ സ്കറിയ സാറാണ്. സാറാണ് പരിസ്ഥിതി ശാസ്ത്ര സമിതിയുടെ പ്രസിഡന്റ്. എല്ലാ പ്രസിഡന്റിന്റെ സ്കറിയ സാറാണ് മുൻകൈയെടുത്തത്. സാറിന്റെ ഈ അവസരത്തിൽ നോക്കിച്ചു കഴിഞ്ഞ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും പരിസ്ഥിതി ആചരണത്തിലൂടെ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, പ്രഭാഷണം നടത്താറുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫോളോ അപ്പ് കുറവായിരുന്നു. അതിന് വ്യത്യസ്തമായിട്ട് പ്രഭാഷണത്തിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമുമായിട്ടാണ് നമ്മൾ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് രാവിലെ നിന്ന് വൃക്ഷത്തൈകൾ വീട്ടിൽ നിന്ന് വാങ്ങി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഈ സ്കൂളിൽ കാണാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അതിന്റെ പരിപാലനം 3 ദിവസങ്ങളിൽ ഉണ്ടാകും. ഇവിടെ ഒരു മികച്ച ബയോഡൈവേഴ്സിറ്റി പാർക്ക് നമുക്കുണ്ട്. അതിന്റെ പരിപാലനം വളരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് അഭിമാനിക്കാം. പരിസ്ഥിതി
ഇനിയും വരയ്ക്കാൻ നിഴലിൽ നീ നാളെ വരവിട്ട് ഉയരച്ച മുതൽ വസ്തുനിങ്ങളാൽ ഇവിടെ അവശേഷിക്കാൻ ഇല്ലാരും നീരാരും ആകയാൽ അത് മാത്രം പഠിക്കുന്നു. ഓരോ വളരെ പണ്ടേ കണ്ടെഴുതിയ ഈ കവിത നാമധാരിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പുഴകൾ, മലീമസമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം, നമ്മൾ ശ്വസിക്കുന്നത് നമ്മൾ കഴിയുന്നതും ഒക്കെ വിഷമാണെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പറയും. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ കടമകളും ഭൂമിയെ സന്തുഷ്ടമാക്കാൻ, ഭൂമിയെ മലിനമാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ അവസരങ്ങളോ അതൊക്കെ നമ്മൾ നൽകി വിനിയോഗിച്ചില്ലെങ്കിൽ നാളെയിൽ നിന്ന് കടക്കുന്ന ഈ ഭൂമി നാളേക്ക് കിട്ടാതെ ഇന്നേ അവസാനിക്കുന്ന ഒരു അവസരം ആയി മാറും. നമ്മുടെ നാല് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ പോലും ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ AC വെക്കേണ്ട അവസ്ഥയാണ്. വയനാട്ടിലൊക്കെ ഈ കഴിഞ്ഞ ചൂട് സമയത്ത് വേനൽക്കാലത്ത് എല്ലാ വീട്ടിലും AC വെക്കേണ്ട അവസ്ഥയാണ്. 40 ഡിഗ്രിയോളം ചൂട് കൂടിയിരിക്കുകയാണ്. അപ്പൊ ഈ മാറ്റങ്ങൾക്കൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളും കാരണക്കാരാണ്. സോ ഇതിന്റെ നാളത്തെ സമൂഹത്തിന്റെ ഭാഗമാകുന്ന നിങ്ങൾക്ക് ഇതിനൊരു നല്ല അനുഭവം തന്നാൽ ഒരുപക്ഷെ നാളെ ഈ ഭൂമിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. അതുവഴി നാളേക്കും ഈ ഭൂമി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലെടുത്ത് നമ്മൾ ഈ പരിപാടിയിൽ ആരംഭിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അധ്യക്ഷൻ ശ്രീനിവാസ് കറിയാൻ കുര്യൻ പരിസ്ഥിതി ശാസ്ത്ര സമിതി പ്രസിഡന്റിനെ എത്രയും സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരുടെയും പേരും ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യും. ശ്രീ ജോൺ പെരുവന്താൻ പരിസ്ഥിതി പ്രവർത്തകരാണ്. അദ്ദേഹത്തെ നമ്മുടെ സ്കൂളിലെ ഓരോരുത്തരുടെയും പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്യും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ കൺകൂടിയാണ്. ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള സുനിൽ എം കരണി ജോയിന്റ് സെക്രട്ടറി പരിസ്ഥിതി ശാസ്ത്ര സമിതി അവരുടെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ ശ്രീമാൻ ബാബു തോമസ് അവരുടെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യണം. സെക്രട്ടറി പരിസ്ഥിതി ശാസ്ത്ര സമിതി അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിസ്ഥിതി ശാസ്ത്ര സമിതിയുടെ സെക്രട്ടറി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ മറ്റ് അംഗങ്ങളെയും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നുള്ള ഏവരെയും വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ഉയരച്ച മുതൽ വസ്തുനിങ്ങളാൽ ഇവിടെ അവശേഷിക്കാൻ ഇല്ലാരും നീരാരും ആകയാൽ വിവാഹം പഠിക്കുന്നു. ഓരോ വളരെ പണ്ടേ കണ്ടെഴുതിയ ഈ കവിത ആ കവിതയിൽ നാമധാരിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പുഴകൾ, മലീമസമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം, നമുക്ക് ശ്വസിക്കുന്നത് നമ്മൾ കഴിയുന്നതും ഒക്കെ വിഷമാണെന്നുള്ള ഒരു സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പറയും. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ കടമകളും ഭൂമിയെ സന്തുഷ്ടമാക്കാൻ, ഭൂമിയെ മലിനമാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ അവസരങ്ങളോ അതൊക്കെ നമ്മൾ നൽകി വിനിയോഗിച്ചില്ലെങ്കിൽ നാളെയിൽ നിന്ന് കടക്കുന്ന ഈ ഭൂമി നാളേക്ക് കിട്ടാതെ ഇന്നേ അവസാനിക്കുന്ന ഒരു അവസരം ആയി മാറും. നമ്മുടെ നാല് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ പോലും ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ AC വെക്കേണ്ട അവസ്ഥയാണ്. വയനാട്ടിലൊക്കെ ഈ കഴിഞ്ഞ ചൂട് സമയത്ത് വേനൽക്കാലത്ത് എല്ലാ വീട്ടിലും AC വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ 40 ഡിഗ്രിയോളം ചൂട് കൂടിയിരിക്കുകയാണ്. അപ്പൊ ഈ മാറ്റങ്ങൾക്കൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളും കാരണക്കാരാണ്. സോ ഇതിന്റെ നാളത്തെ സമൂഹത്തിന്റെ ഭാഗമാകുന്ന നിങ്ങൾക്ക് ഇതിനൊരു നല്ല അനുഭവം തന്നാൽ ഒരുപക്ഷെ നാളെ ഈ ഭൂമിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. അതുവഴി നാളേക്കും ഈ ഭൂമി നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഈ പരിപാടിയിലൂടെ ആരംഭിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അധ്യക്ഷൻ ശ്രീനിവാസ് കറിയാൻ കുര്യൻ പരിസ്ഥിതി ശാസ്ത്ര സമിതി പ്രസിഡന്റിനെ എത്രയും സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരുടെയും ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യും. ശ്രീ ജോൺ പെരുവന്താൻ പരിസ്ഥിതി പ്രവർത്തകരാണ്. അദ്ദേഹത്തെ നമ്മുടെ സ്കൂളിലെ ഓരോരുത്തരുടെയും പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്യും.
പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺകൂടിയാണ്. പരിസ്ഥിതി ശാസ്ത്ര സമിതി അവരുടെ ഭാഗമായി സ്വാഗതം ചെയ്യും. ചെയർമാൻ ശ്രീമാൻ ബാബു തോമസ് അവരുടെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യണം. സെക്രട്ടറി പരിസ്ഥിതി ശാസ്ത്ര സമിതി അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര സമിതിയുടെ സെക്രട്ടറി കൂടിയായ ജോസഫ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ മറ്റ് അംഗങ്ങളെയും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഏവരെയും വിദ്യാർത്ഥികളുടെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. സാറ് വളരെ ഹൃദ്യമായ ഒരു സ്വാഗത പ്രസംഗം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മളിവിടെ ഈ യോഗം തുടങ്ങുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഒരു ചെറിയ ഒരു ഈശ്വര പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു മിനിറ്റ് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശ്വരനെ സ്മരിക്കണം. കൊച്ചുമക്കളെ അങ്ങനെ തന്നെ വേണം വിളിക്കാൻ. നിങ്ങളൊക്കെ തന്നെ എനിക്ക് കൊച്ചുമക്കളായിട്ടാണ് തോന്നുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. ഭാവി കെട്ടിപ്പടുക്കേണ്ടവരാണ് നിങ്ങൾ. ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാതാപിതാക്കള് നിങ്ങളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ വിദ്യാലയത്തില് സ്നേഹനിർഭരമായ പരിചരണത്തോടു കൂടി അധ്യയന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ചു നടത്തുന്ന ഗുരുക്കന്മാരാണ് നമുക്ക് ഏറ്റവും ബഹുമാന്യരായി ഇവിടെയുള്ള അധ്യാപക ശ്രേഷ്ഠർ. ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ അവസരം നൽകുകയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കാൻ സാഹചര്യമൊരുക്കുകയും ചെയ്ത ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി പത്മകുമാരി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഹരീഷ് സാറ്, അതുപോലെ ഈ ചടങ്ങിൽ വന്ന് സംബന്ധിച്ച് നിങ്ങളോട് പരിസ്ഥിതി സംബന്ധിച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സീനിയർ എൻവയൺമെൻറ്റ് എഞ്ചിനീയർ ശ്രീ എബി വർഗീസ്, അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്ര സമിതിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി ഉള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് കേരളമാകെ വ്യാപിപ്പിക്കണം എന്ന ഒരു വിചാരത്തിൽ തോളോട് തോൾ ചേർന്ന് ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതിലുപരി ചുറ്റുപാടും ഈ സംരംഭത്തിൽ ഭാഗഭാക്കാകാനായി എത്തിയിട്ടുള്ള മറ്റുള്ളവർ എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രകൃതിയെക്കുറിച്ച് പറയുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ എന്നാണ് ഞാൻ രാവിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറഞ്ഞത്. അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പരിസ്ഥിതി ശാസ്ത്ര സമിതി എന്ന പേരിൽ, എൻവയൺമെന്റൽ സയൻസ് സൊസൈറ്റി എന്ന പേരിൽ ഒരു ഓർഗനൈസേഷന് രൂപം കൊടുത്ത് അതിവിടെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി വന്ന പരിസ്ഥിതി ദിനമാണിത്. എന്നാൽ പരിസ്ഥിതി ദിനത്തിന്റെ പിന്നാമ്പുറത്ത് പല വർഷങ്ങളായി ഞങ്ങളൊക്കെ ആവുമട്ട് അതിലേക്ക് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ പരിസ്ഥിതി ശാസ്ത്ര സമിതിക്ക് 2-3 പ്രത്യേകതകൾ. ആ പ്രത്യേകതകളിൽ ഒന്ന്
എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന നിങ്ങൾക്കൊക്കെ സുപരിചിതനായിരിക്കുന്ന ശ്രീ കെ ടി തോമസ് സാറാണ് ഈ പരിസ്ഥിതി ശാസ്ത്ര സമിതിയുടെ ഒരു രക്ഷാധികാരി. മറ്റൊരാള് MN കാരശ്ശേരി എന്ന് പറയുന്ന സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമൊക്കെ ആയിരുന്ന ഒരു ചിന്തകനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം അരീക്കോട് മാഷി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് ഉപരോധിക്കാൻ പറ്റുന്ന ഒരാളാണ് MN കാരശ്ശേരി. അവരുടെയൊക്കെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഈ പരിസ്ഥിതി ശാസ്ത്ര സമിതി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബാനറിൽ നാം കാണുന്ന പ്രൊജക്ട് 2024 എന്ന് അച്ചടിച്ചിരിക്കുന്നത്. ആ പ്രോജക്റ്റ് 2024 എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 44 നദികൾ സ്വന്തമായിട്ടുള്ള ജനതയാണ് മലയാളികൾ. 44 നദികളും നമുക്കുണ്ടെങ്കിലും വേനൽക്കാലമായാൽ ഒരു തുള്ളി വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ലഭ്യമല്ല എന്ന പരിതാപകരമായ അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാരണം എന്താണ്? സകലവിധ മാലിന്യങ്ങളും നിക്ഷേപിക്കാനുള്ള ഒരു സങ്കേതമായി അല്ലെങ്കിൽ ഒരു പത്തായമായി നമ്മൾ നമ്മുടെ പവിത്രമായ നദികളെ ഉപയോഗിച്ചത് കൊണ്ടാണ് ആ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറിയ ചെറിയ മനുഷ്യരുടെ കൂട്ടങ്ങളെ രൂപപ്പെടുത്തി അവരെ ഇതിനെ ചുമതലക്കാരാക്കി മാറ്റി അതിനെ വൃത്തിയായും സൂക്ഷ്മതയോടെയും സൂക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് പരിസ്ഥിതി ശാസ്ത്ര സമിതി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെയുള്ള അനേക കൂട്ടങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഈ മഹാവിപത്തിനെ നമുക്ക് തടയാനാവൂ. അവിടെ നാം ചെയ്യേണ്ടത് എന്താണ്? നാം മാതൃകയായി മറ്റുള്ളവരുടെ മുമ്പിൽ നാം നമ്മെ തന്നെ കാഴ്ചവെക്കുമ്പോഴാണ് മറ്റൊരാള് നമ്മളിലേക്ക് ആകൃഷ്ടനായി നമ്മളെ പിന്തുടരുന്നത്. അപ്പൊ നമ്മൾ കാണുന്നിടത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇരുന്നു മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നിരുത്സാഹപ്പെടുത്തിയും നമ്മളേറെ കൂടുതൽ നമ്മുടെ നദികളെ ബഹുമാനിക്കുന്നവരായി മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ജലം ജീവനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം വരുന്നത്. ഇന്ന് ജലം ജീവനാണ് എന്ന് നാം പറയുമ്പോൾ ഒരു മറുവശമുണ്ട്, മലിനജലം ജീവനാശത്തിന് ഹേതുവാണ് എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യില്, നമ്മുടെ സൂക്ഷിപ്പില്, നമ്മുടെ അധീനതയിലുള്ളത് മലിനജലത്തിന്റെ ഭണ്ഡാരമാണ്. ഇത് മാറണം. ഇതിന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രായോഗികമായ തലത്തിൽ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആത്മാർത്ഥതയുള്ള ഒരു ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാകണം. ആദ്യങ്ങളെ നിങ്ങൾക്കും ഏറെ കാര്യങ്ങൾ ചെയ്യാൻ അതിലേക്ക് നിങ്ങൾ നടന്നു തുടങ്ങണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശേഷം പല കാര്യങ്ങളും സംസാരിക്കാൻ ഇവിടെ ധാരാളം ആളുകൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ജോൺ പെരുവന്താനം അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി നാം പുനഃസ്ഥാപനത്തിന്റെ തലമുറ എന്നതാണ് ഇന്നത്തെ പരിസ്ഥിതി തീം. ലോകമെന്ന്
വലിയ കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുകയാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥ എന്നുള്ള ഭൂപ്രദേശത്ത് ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ച കാലമാണ്. ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന താപനിലയും ഏറ്റവും ഉയർന്ന താപനിലയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാലാവസ്ഥ. കേരളത്തിൽ മുമ്പ് താഴ്ന്ന താപനില 17 ഡിഗ്രിയും ഉയർന്ന താപനില 27 ഡിഗ്രിയുമായിരുന്നു. 25 വർഷം മുമ്പ് വരെ. ലോകമെന്ന് വലിയ കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുകയാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥ എന്നുള്ള ഭൂപ്രദേശത്ത് ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ച കാലമാണ്. ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന താപനിലയും ഏറ്റവും ഉയർന്ന താപനിലയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാലാവസ്ഥ. കേരളത്തിൽ മുമ്പ് താഴ്ന്ന താപനില 17 ഡിഗ്രിയും ഉയർന്ന താപനില 27 ഡിഗ്രിയുമായിരുന്നു. 25 വർഷം മുമ്പ് വരെ. ഇന്ത്യ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടും കേട്ടിട്ടും ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ വലിയ ചുഴലിക്കാറ്റുണ്ടാവുന്നു, അതുകൊണ്ട് പേമാരി ഉണ്ടാവുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, മലയിടിച്ചിൽ ഉണ്ടാവുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, കുറെ ആളുകൾ മരിക്കുന്നു, പ്രശ്നം ഉണ്ടാവുന്നു എന്നൊക്കെയായിരിക്കും. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് അതല്ല. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ജീവികുലത്തിന്റെ വംശനാശമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ചെന്നൈയില് കോയിൽ കൈയിലേക്ക് കയറി വന്ന് മുട്ടയിട്ടു. ഈ മുട്ടയൊക്കെ ചെറുതായൊന്ന് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയാണ് ആമകൾ ചെയ്യുന്നത്. ആമ പോയി കഴിയുമ്പോൾ തന്നെ കുറുക്കനും കഴുകനും ഒക്കെ വന്ന് ഈ മുട്ടയൊക്കെ തന്ന് ഈ ആമയുടെ വംശനാശം വരും എന്ന് അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രകാരന്മാരും ഒക്കെ മനസ്സിലാക്കിയ ഘട്ടത്തിൽ ഈ ആമ മുട്ട സംരക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 10-20 വർഷം മുമ്പ് ഇവര് ആമയുടെ മുട്ടകളെല്ലാം മണ്ണിട്ട് കൂടി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന് കാവലിൽ കേരളത്തിൽ വലിയ അത്ഭുതം സംഭവിച്ചു. ആളുകളെല്ലാം ഓടിക്കൂടി, പത്രക്കാര് വന്നു, മാധ്യമങ്ങൾ വന്നു, എല്ലാവരും വന്നു. ആർക്കും എന്താ സംഭവിച്ചിരിക്കുന്നൊന്നും മനസ്സിലായില്ല. പിറ്റേന്ന് അവിടുത്തെ മാധ്യമങ്ങൾ പത്രത്തിൽ വാർത്ത എഴുതി കടലാമകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു. അവസാനം അവിടുത്തെ സയന്റിസ്റ്റുകൾ കാര്യം മനസ്സിലാവാതെ ബ്രിട്ടനിലുള്ള ഒരു സയന്റിസ്റ്റിന്റെ സഹായം തേടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ആമകളെ എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യണം. എണ്ണകളെ കണ്ടു കിട്ടാതെ ഈ ആമകൾ പരസ്പരം ഏറ്റുമുട്ടി ഇതിന്റെയൊക്കെ കൈയും കാലും ഒടിഞ്ഞാണ് ആമകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പ്രത്യാഘാതമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിശ്ചിതമായ താപവിധാനത്തിൽ, നിശ്ചിതമായ ആർദ്രതയിൽ, നിശ്ചിതമായ സാന്ദ്രതയിലാണ് അണ്ടവും ബീജവും തമ്മിൽ സംയോജനം നടന്ന് ഭ്രൂണം രൂപപ്പെടുന്നത്. അത് 36.9 ഡിഗ്രി എന്ന് പറയുന്ന ആ താപനിലയിലാണ് സംഭവിക്കുന്നത്. ആ 36.9 ഡിഗ്രിക്ക് പകരം നമ്മുടെ അന്തരീക്ഷത്തിലെ താപവിധാനം 40 ഡിഗ്രിയോ 45 ഡിഗ്രിയോ ആയി മാറിപ്പോയാൽ ഒരുപക്ഷെ ഈ പ്രക്രിയ നടക്കണം എന്നില്ല. ഹോർമോൺ ചേഞ്ച് ഈ ജീവികളിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ജീവി വെള്ളമെത്തിക്കാം, പെണ്ണാസിന്റെ ജീവി ആളാകത്തില്ല, അതുമല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാത്ത ജീവിയാകാം, അതുമല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ അങ്കുലിക്കപ്പെടാവുന്ന ദുരന്തമാണ് കാലാവസ്ഥാ വ്യതിയാനം മാനവരാശിക്ക് മീതെ ഉയർത്തുന്ന എണ്ണകളെ കണ്ടുകിട്ടാതെ ഈ ആമകൾ പരസ്പരം ഏറ്റുമുട്ടി ഇതിന്റെയൊക്കെ കൈയും കാലും ഒടിഞ്ഞാണ് ആമകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പ്രത്യാഘാതമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിശ്ചിതമായ താപവിധാനത്തിൽ, നിശ്ചിതമായ ആർദ്രതയിൽ, നിശ്ചിതമായ സാന്ദ്രതയിലാണ് അണ്ടവും ബീജവും തമ്മിൽ സംയോജനം നടന്ന് ഭ്രൂണം രൂപപ്പെടുന്നത്. അത് 36.9 ഡിഗ്രി എന്ന് പറയുന്ന ആ താപവിധാനത്തിലാണ് സംഭവിക്കുന്നത്. ആ 36.9 ഡിഗ്രിക്ക് പകരം നമ്മുടെ അന്തരീക്ഷത്തിലെ താപവിധാനം 40 ഡിഗ്രിയോ 45 ഡിഗ്രിയോ ആയി മാറിപ്പോയാൽ
ഒരുപക്ഷെ ഈ പ്രക്രിയ നടക്കണം എന്നില്ല. ഹോർമോൺ ചേഞ്ച് ഈ ജീവികൾ ഉണ്ടായാൽ ഒരുപക്ഷെ ആണാകേണ്ട ജീവി പെണ്ണായിത്തീരാം, പെണ്ണാകേണ്ട ജീവി ആണായിത്തീരാം, അതുമല്ലെങ്കിൽ ആണ് പെണ്ണുമല്ലാത്ത ജീവിയാവാം, അതുമല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന പ്രതിമാസം തന്നെ അംഗീകരിക്കപ്പെടാവുന്ന ദുരന്തമാണ് കാലാവസ്ഥാ വ്യതിയാനം മാനവരാശിക്ക് മീതെ ഉയർത്തുന്നത് മനസ്സിലാക്കുകയും പിന്നീട് പുറത്തുനിന്ന് ആ ജനസമൂഹത്തെ തിരിച്ചെത്തിച്ച് അവിടെ തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആ ബ്രസീൽ മരത്തിന് കാര്യം ഉണ്ടായത്. ഞാനിത് ഒരു ബ്രസീൽ മരത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ നിസ്സാരം എന്ന് കരുതുന്ന വളരെ ചെറിയ ജീവജാലങ്ങളാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ഏറ്റവും നിസ്സാരമായി നാം കാണുന്ന തേനീച്ച, ആ തേനീച്ചയുടെ വംശം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാൽ പിന്നെ 4 വർഷം മാത്രമേ മനുഷ്യരാശി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിന് കാരണം നാം ഇന്ന് കഴിക്കുന്ന മുഴുവൻ ഭക്ഷണവും അതിന്റെ 70%-ലധികം പരാഗണം നടത്തി ഉത്പാദിപ്പിച്ച് തരുന്നത് ഈ തേനീച്ച എന്ന് പറയുന്ന ഒരൊറ്റ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ വംശം ഇല്ലാതായാൽ ഇന്ന് 4 വർഷത്തിൽ കൂടുതൽ മാനവരാശിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ഓരോ ജീവജാതികൾക്കും ഓരോ സൂക്ഷ്മാണുകളും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്, പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വലിയ പങ്കാണ് നിർവഹിക്കാവുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ തലമുറയാണ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി ഈ ഇന്നലെ ചർച്ച ചിത്രരചനയൊക്കെ നടത്തിയ കുട്ടികൾക്ക് സമ്മാനം നൽകുന്നുണ്ട്. അത് അവസാന കമ്മിറ്റി മാറ്റിവെച്ചാൽ മതി. അപ്പം ഈ സംഘടനയെ കുറിച്ച് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് അദ്ദേഹത്തിന് കൂടി കൊടുക്കണം. പിന്നെ ഞാൻ എന്റെ മക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ അവസാനം ഇതിനകത്ത് 10 മണ്ടന്മാരെ തെരഞ്ഞെടുക്കും. ആ 10 മണ്ടന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരെ 2024 ആസ്ഥാന മണ്ടന്മാരെല്ലാം മുദ്ര ചാർത്തി ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന മാഗസിനില് അവരുടെ പണം സഹിതം ഞങ്ങൾ കൊടുക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടാൻ താല്പര്യമുള്ളവർ മാത്രമേ പരസ്പരം ഇവിടെ ശ്രദ്ധിക്കാതെ ചർച്ചയിൽ ഏർപ്പെടാവൂ. അതുകൊണ്ട് ദയവായി ഒന്നുകൂടി പറയട്ടെ, കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ പറയുന്ന വാക്കുകൾ ചെയ്തു കൊടുത്ത നിങ്ങൾ വരുത്തി തീർക്കണം. ഇവിടെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് സുനിൽ കാനാനി എന്ന വ്യക്തിത്വത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം 2 വാക്കുകൾ 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ട് നമുക്ക് മൈക്ക് കൈമാറാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സാറ്, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം, ടിവിയിലൊക്കെ കാണുന്നുണ്ട്, സ്ഥിരം ചർച്ചകൾ കാണുന്നത്, ചർച്ച കാണുന്നവര് അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ പെരുവന്താനം. ഒട്ടനവധി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് നിയമപരമായി ഒക്കെ അതിനെ നേരിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഇന്ന് നിങ്ങളുടെ ഈ സ്കൂളില് ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങള് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താൻ ഈ സംഘടനയെ കുറിച്ച്. ഈ നേരത്തെ പറഞ്ഞില്ല, ഈ മണ്ടന്മാരെ കാര്യങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മ പക്ഷെ നമ്മളോട് ഇത് ഞങ്ങള് ശേഖരിച്ച് പറയുന്നില്ല. ഇത് പ്ലാസ്റ്റിക് കത്തിക്കുക എന്നുള്ളത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മുടെ മാതാപിതാക്കൾ ഇത് കത്തിക്കുമ്പോഴും എന്നെ പോലുള്ളവരായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ കത്തിക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം? അച്ഛാ അമ്മ ഇത് കത്തിക്കരുത്, വിഷവാതകങ്ങൾ ഉത്പാദിപ്പിക്കരുത്. നമ്മൾ കത്തിച്ചാൽ അടുത്ത പറമ്പിൽ അടുത്ത വീട്ടിലേക്ക് അവരെ കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇല്ലേ? പ്ലാസ്റ്റിക് കത്തിക്കരുത്, ഭക്ഷണവസ്തുക്കൾ മലിനമാക്കരുത്, വേസ്റ്റ് ആക്കരുത്.
കാരണം ഓരോ ഭക്ഷണ വസ്തുക്കളും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ആരെങ്കിലും മേടിച്ചുണ്ടാക്കുന്നതാണോ? നിങ്ങൾ കഴിഞ്ഞ കൊടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്? അല്ല. ഇവിടെ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ? ഒരു വീട്ടിലില്ല. മലിനജലമുള്ള ഏതെങ്കിലും വീട്ടുകാരുണ്ടോ? ആളുകളുടെ ഭാഗത്ത് പറഞ്ഞേ മാലിന്യമുള്ള ഏതെങ്കിലും വീടുകളുണ്ടോ? നിങ്ങളുടെ ടോയ്ലറ്റിലെ വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ടോയ്ലറ്റിൽ പോലെ ആ വേസ്റ്റ് സാർ പറഞ്ഞ പോലെ ജീവിക്കാൻ ഇത്രയും അനുയോജ്യമായ ഒരു ഭൂമി പറ്റില്ല. പക്ഷേ ഈ 6 മാസം മഴ ലഭിക്കുന്നത് മാത്രമാണ് ഈ പുഴകളും ഈ നദികളും ഈ തണ്ണീർത്തടങ്ങളും അല്ലെങ്കിൽ ഈ ചെറിയ സ്ത്രീകളും എല്ലാം ശുദ്ധമായിട്ട് കിടക്കുന്നത്. ഇവിടെ മഴയില്ലാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 100 പേരെ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ 100 പേരെ വസിക്കുന്നു. കേരളത്തിൽ എത്രയാണ് എന്തെങ്കിലും കാണുന്നുണ്ടോ? 700 ദിവസങ്ങൾ ആലോചിച്ച് നോക്കി. ഈ നദികളെല്ലാം വെറ്റി വരണം. വെള്ളത്തിനൊക്കെ എവിടെ പോകും? തമിഴ്നാട്ടിൽ പോയാൽ വെള്ളം എടുക്കുകയായിരിക്കട്ടെ, നമ്മുടെ കയ്യിൽ പാലിട്ട് ആ പാലിലേക്ക് തുള്ളി വിഷം ഒഴിച്ചാൽ ആ പാല് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ 1 ലിറ്റർ പാല് പോലെ വെച്ചേക്കും. ജലസ്രോതസ്സിലുള്ള മീനുകളെയും സാറ് പറഞ്ഞ പാമ്പുകളെയും പിന്നെന്താ പുഴയിലുള്ള പിന്നെന്താ മീനുകള് പാമ്പുകള് എല്ലാ ജീവികളെയും നശിപ്പിക്കും. ഈ ജീവികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവോ എന്താ പറയുന്നത്? ആ മീനുകളെ പിടിക്കും. മീൻ പിടുത്തക്കാർ പിടിക്കും, പുറത്ത് വരും. അപ്പൊ ആ മീനുകളുള്ള വിഷം എവിടെ വരും? നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ വിഷം വന്നും ഒരു ലെവല് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷത്തിന്റെ അളവ് നമ്മൾക്ക് പിന്നെ ഉണ്ടാവും ക്യാൻസർ, സ്കിൻ ഡിസീസ്, പിന്നെ എന്തൊക്കെ അസുഖം വരാമോ അതെല്ലാം വരും. അതുകൊണ്ട് ജലസ്രോതസ് മലിനമാക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വഴി ഒരു ജലസ്രോതസ് മലിനമാക്കാതിരിക്കുക, ജലം പാഴാക്കാതിരിക്കുക. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കാര്യം, പ്ലാസ്റ്റിക് വലിയ വില്ലനാണെന്ന് എല്ലാവരും പറയും. ആണോ? പ്ലാസ്റ്റിക് വില്ലനാണോ? ആശംസ അറിയിക്കുന്നവരെ ലോകത്തിന്റെ അധ്യക്ഷൻ ശ്രീ സ്കറിയ സാറ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത എൻവറോൺമെന്റൽ ഓഫീസറായിരിക്കുന്ന എബി സാർ, സുഹൃത്തുമായിരിക്കുന്ന ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ഡോക്ടർ വികസന സമിതി അനവധി പരിസ്ഥിതി പ്രശ്നങ്ങൾ അത് ഞങ്ങൾ ചെയ്യുക കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല, ഞങ്ങൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം. ഇവിടെ സ്കറിയ സാർ പറഞ്ഞു 10 മണ്ഡലമാരെ തെരഞ്ഞെടുപ്പ് ഓർമ്മിക്കണം. നിങ്ങൾക്ക് ഒരു പ്രഭാഷണം കേൾക്കാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രഭാഷണങ്ങൾ മുഴുവൻ നിങ്ങൾ കേൾക്കാൻ സന്നദ്ധരാണ്. അതിനാണ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത്. എന്തിനാ സ്കൂളിൽ പഠിക്കുന്നത്? അതൊക്കെ എന്തുണ്ടായത്? ഈ സംസ്കാരം ഉണ്ടായി. അപ്പൊ സംസ്കാരമുള്ളവരാണ് സ്കൂളിൽ പഠിക്കുന്നത്, അല്ലെ? ജോലി പഠിക്കാനൊന്നുമല്ല, ജോലി വേണം. നമ്മൾ സംസ്കാരം ഉള്ളവരായി തീരണം. ഞാൻ ഒരു കാര്യം പറയാം. സംസ്കാരം ഉദ്ദേശിക്കുന്നത് സംസാരിച്ച ചില ചെവികളിൽ തടി കിട്ടുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു കഷണം പേപ്പർ പോലും അനുഭവമില്ലാത്ത ബോർഡുകളുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ പോകണം. കേരളത്തിൽ നീളം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ വിശുദ്ധമായിട്ടുള്ള പല നദികളുടെ നിറം കണ്ടാൽ എങ്ങനെയാ ഒഴുകിക്കൊണ്ടിരുന്നത്? നല്ല കൺമണി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ആളുകൾ, നല്ല മണലാരണ്യങ്ങളിൽ നിരന്നു കിടന്നിരുന്ന ആ പുഴകളൊക്കെ ഇപ്പൊ എങ്ങനെയായി തീർന്നോ? കാപ്പിക്കുടിയുടെ കളറിലാണ് അതിനെ കൂടെ ചെയ്ത് നോക്കിയാൽ പെരിയാർ ഒഴുകുന്ന എങ്ങനെയാണ്? എന്തിനാണ്? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒഴുകുന്ന പുഴകൾ പോലും നിറം അങ്ങനെ മാറി. എന്തുകൊണ്ടാണ്? വ്യവസായ ശാലകളിൽ ഒഴുകുന്ന മലിനമായിട്ടുള്ള ജലം ഒഴുക്കി വിടുക ചെയ്യുന്നത്. നമ്മുടെ മിറ്റം നമ്മൾ തൂത്തിയിടും, പക്ഷെ മിറ്റത്തുള്ള ചപ്പും നമ്മൾ എങ്ങനെ ഇടും? അതിനകത്തെ വീട്ടോട്ടിടും. മാനം കാണാതെ അങ്ങോട്ട് നിഷേധിക്കും. അത് നമ്മുടെ സംസ്കാരമല്ല. അത് തന്നെയല്ലെങ്കിൽ ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നു. ഇപ്പൊ ഞങ്ങൾ എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മഹത്തായ ജോലിയാണ്. ഇപ്പൊ ഞങ്ങൾ ചീഞ്ഞ അടുത്ത സാധനങ്ങൾ മുഴുവൻ കൈമാറി 56 ടണ്ണ് മലിനമായിട്ടുള്ള സാധനങ്ങൾ റോഡ് സൈഡിൽ നിന്ന് പറക്കിയത്. ഇതെല്ലാം വരുന്നത് നമ്മുടെ മനുഷ്യരെ കൊണ്ടിരുന്നതാണ്.
അപ്പൊ പ്രകൃതിയെ നമ്മൾ ഭൂമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രകൃതി മാലിന്യം മുഴുവൻ ഞങ്ങൾ വാരിക്കൊണ്ട് സംസ്കരിച്ചു. അതായത് മനുഷ്യൻ മരിക്കുമ്പോൾ എങ്ങനെ ഭൂമിയിൽ അടക്കം ചെയ്യുന്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസ്കരിച്ചു. അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത് നിങ്ങൾ സംസ്കാരമുള്ളവരായി വരണം. അപ്പൊ നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ഉള്ളിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംസ്കാരം എന്ന് പറയുന്നത്. അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ കൂടെ ക്ഷണിച്ച സ്കറിയ സാറിനും ഈ സംഘടനയ്ക്കും ഈ സ്കൂളിനും വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. സമ്മാനമുള്ള കുട്ടികൾക്ക് ബന്ധപ്പെട്ടവരെ ആ സമ്മാനം കൈമാറുകയാണ്. എല്ലാവർക്കും ആഹ്ലാദപൂർവമായ ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ ഞാൻ അതിന് അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. താങ്ക് യു സർ. 2000 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കോട്ടയം ജില്ലാ കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ സ്കൂളിൽ വെച്ചിട്ട് പ്രശ്നോത്തരി മത്സരവും അതുപോലെ തന്നെ ചിത്രരചനാ മത്സരവും നടത്തിയിരുന്നു. അതിന് സമ്മാനം ലഭിച്ചവർക്ക് സമ്മാനദാന ചടങ്ങാണ് ഇത് നടക്കാൻ പോകുന്നത്. സമ്മാന വിതരണത്തിനായിട്ട് കോട്ടയം ജില്ലാ കാര്യാലയ മേധാവി ശ്രീ സാറിനെ ക്ഷണിക്കുന്നു.